എല്ലാവരും ഇപ്പോൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണല്ലേ ഹെയർ സിറംസ്. ഹെയർ സിറംസ് യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല മോസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും തന്നെ ഹെയർ സിറംസ് യൂസ് ചെയ്യും. ഇനി ഹെയർ സിറംസ് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഏത് സിറമാണ് ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ ഹെയറിന് ചേരുന്ന ടൈപ്പിന് ഏത് സിറം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ഡൗട്ട്സ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ 2 സിറംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യം യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ലോറിയൽ പാരീസിൻ്റെ ഈ ഒരു സിറമായിരുന്നു കേട്ടോ. നല്ലൊരു സിറമാണ്, മോശമൊന്നും പറയാനില്ല. പക്ഷേ അടുത്തൊരു സിറം ഞാൻ യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു സിറത്തിൻ്റെ എന്താണ് കുറവ്, അല്ലെങ്കിൽ എൻ്റെ ഹെയറിന് ഇത് ചേർന്നതായിരുന്നോ എന്ന് മനസ്സിലായത്. ഈ ഒരു സിറം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് സ്ട്രെക്സിൻ്റെ സിറമാണ്. ഈ ഒരു സിറം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ സിറത്തിൻ്റെ കുറവ് മനസ്സിലായത്. അതായത് ഇത് അത്രയും ബോറാണെന്നൊന്നുമല്ല, പക്ഷെ നമ്മുടെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ ഹെയർ. അപ്പോൾ ആ ഒരു ഹെയറിന് ചേരുന്നതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എൻ്റെ ഒരു ഹെയർ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഫാണെങ്കിലും എന്താ പറയുക, പെട്ടെന്ന് മുടി കൊഴിയുന്ന, അതല്ലെങ്കിൽ മിക്കപ്പോഴും ഓയിലി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. പക്ഷേ ഈ ഒരു മുടിയുടെ പകുതി വരെ ഓയിലും ബാക്കി താഴേക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഹെയർ ആണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കുഴപ്പം എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് അല്ലായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഒരു 3 hours വരെയൊക്കെ നിൽക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പിന്നെ നോക്കണ്ട, വീണ്ടും അടിഭാഗം ഏറ്റവും താഴെയായിട്ടുള്ള പാർട്ടിലൊക്കെ പിന്നെ അങ്ങ് ഇതാൻ തുടങ്ങും, ഡ്രൈ ആയിട്ട്. പിന്നെ ഇത് പിന്നെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇത് നല്ല ഓയിലി ആയിട്ടുള്ള ഇച്ചിരി നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഒരു സിറമാണിത്. ഈ സിറം നമ്മളെപ്പോഴും ഹെയറിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിലൊക്കെയുള്ള ഹെയറിലൊക്കെ ഓയിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇവിടെ മാത്രം ഈ ഒരു മിഡിൽ പോർഷനിൽ മാത്രം നന്നായിട്ട് വർക്ക് ചെയ്യും. താഴെ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഈ സിറം യൂസ് ചെയ്യുമ്പോൾ വർക്കൗട്ട് ആവുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ, അതിൻ്റെ ഒരു ലോജിക്ക്. പക്ഷേ ഈ ഒരു സിറം നല്ല ലൈറ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഒരു സിറമാണിത്. ഇത് കുറച്ച് യൂസ് ചെയ്താൽ നല്ല സ്മെല്ലുണ്ടാകും. ആ സ്മെല്ല് അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടാകും. എൻ്റെ ഒരു കോമ്പിനേഷൻ ഹെയർ ആയതുകൊണ്ട് തന്നെ താഴത്തെ ഭാഗത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതങ്ങനെ ഒരു 8 hours അല്ലെങ്കിൽ ഒരു 10 hours ഒക്കെ മാക്സിമം ഇത് ലോങ് ലാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു പോർഷൻ മതി. എനിക്ക് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയുന്ന വരെ ഞാൻ ഇത് യൂസ് ചെയ്യും, എനിക്ക് അത്രയും മതിയാവും. കാരണം ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നത്. കുറച്ച് യൂസ് ചെയ്താൽ അത് അങ്ങനെ ഉണ്ടാവും. ഞാൻ കൂടുതലും മുടിയുടെ താഴെ ഭാഗം മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് മതിയാവും. പക്ഷേ ഇത് താഴെ മാത്രമാണെങ്കിലും നന്നായിട്ട് യൂസ് ചെയ്താൽ എനിക്കൊരു 4 അല്ലെങ്കിൽ 5 hours വരെ നിൽക്കത്തുള്ളൂ. പക്ഷേ സ്മെല്ലാണെങ്കിൽ ഒരു 3 hours കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ലാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കണ്ടിട്ടില്ല. മേ ബി എൻ്റെ ഹെയറിൻ്റെ പ്രോബ്ലം ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 300 സംതിങ് ആയിരുന്നു തോന്നുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത്. അപ്പോൾ ഇതിന് വലിയത് ഞാൻ ഇനി തീർന്നു കഴിയുമ്പോൾ വലുതായിരിക്കും മേടിക്കുന്നത്. പക്ഷേ എനിക്കിതിൻ്റെ കുറച്ച് എമൗണ്ട് മതി. പക്ഷേ ഇത് നന്നായിട്ട് എനിക്ക് യൂസ് ചെയ്താൽ ഒരു 3 അല്ലെങ്കിൽ 4 hours വരെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുള്ളൂ എൻ്റെ ഹെയറിൻ്റെ കാര്യം കൊണ്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഹെയറിന്, നല്ല ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ഈ സിറാണെന്ന് പറയും. പക്ഷെ ഓയിലി ആയിട്ടുള്ള ഒരു ഹെയർ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്കൊരു സിറം വേണം, അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതായിരിക്കും കേട്ടോ. അതായത് ഓയിലി ആയിട്ടുള്ള ഹെയറിലൊക്കെ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സ്മെല്ലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് ലോറിയലിൻ്റെ ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി സിറം ഓയിലി ആയിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് വർക്കൗട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ മുടിയുടെ പകുതി ആദ്യത്തെ പോർഷൻ ഈ റൂട്ട് തുടങ്ങിയുള്ള ഒരു പോർഷൻ എൻ്റെ എപ്പോഴും ഓയിലായിരിക്കുന്നതുകൊണ്ട് അവിടെ നന്നായിട്ട് ഈ ഒരു സ്മെല്ലായാലും ഈ സിറായാലും നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷേ അടിഭാഗം നല്ല ഫ്രിസി ഹെയർ ആയി ഡ്രൈ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു സിറമാണ്. പക്ഷെ മിക്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൂടുതലും താഴത്തെ ബിലോ പാർട്ടാണ് ഞാൻ യൂസ് ചെയ്യാതെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു സിറമാണ് ഇപ്പോഴായപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ 2 സിറം യൂസ് ചെയ്യുമ്പോഴും മുടി കൊഴിയുന്നതോ അതല്ലെങ്കിൽ ഓവറായിട്ട് മുടിയൊന്നും കൊഴിയത്തില്ല. പിന്നെ ഒരുപാട് ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി ഡ്രൈ ആയിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഡ്രൈ ആവുക അങ്ങനെയൊന്നും ഈ 2 സിറം നമുക്ക് ചെയ്യത്തില്ല കേട്ടോ. പിന്നെ നന്നായിട്ട് മുടിയൊക്കെ നന്നായിട്ട് ജടയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഈ 2 സിറം ഒരേപോലെ വർക്കും. അതായത് പെട്ടെന്ന് മുടി കൊഴിയാതെ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാതെ തന്നെ നന്നായിട്ട് ചീപ്പ് കൊണ്ട് കോംബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി കോംബ് ചെയ്യുമ്പോൾ മുടി പൊട്ടിപ്പോവുക അങ്ങനെയൊന്നും ചെയ്യില്ലട്ടോ. ഇത് ആ കാര്യത്തിൽ രണ്ടും ഒരേപോലെ വർക്കൗട്ട് ആയിട്ടാണ് എൻ്റെ മുടിക്ക് വന്നിരിക്കുന്നത്. മുടി സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിറമാണ് കൂടുതലും വർക്കൗട്ട് ആണ് കേട്ടോ. മുടി നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അതല്ലെങ്കിൽ മുടി കേൾ ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെ മുടിക്ക് ഹീറ്റ് കൊടുക്കുന്ന സമയത്തൊക്കെ ഒരു പ്രൊട്ടക്ഷന് നന്നായിട്ട് ഈ ഒരു സിറം നന്നായിട്ട് വർക്കൗട്ട് ആവട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതായിരിക്കും കൂടുതലും നല്ലത്. നമ്മുടെ ഡെയിലി വെയർ അതല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള മുടിക്ക് മുടി കൊഴിയാതെ അതേപോലെ നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാൻ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ടൊക്കെ ഈ ഒരു സിറം വർക്കൗട്ട് ആവുന്നത്. ബണ്ണായിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ഇതായി യൂസ് ചെയ്യുന്നത്. കാരണം അടിയത്തെ ഭാഗം ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് മുകളിൽ മാത്രം നന്നായിട്ട് നിന്നാൽ മതിയല്ലോ. സോ ഇതായിരിക്കും ഞാൻ യൂസ് ചെയ്യണത്. അല്ല അഴിച്ചൊക്കെ ഇടുന്ന സമയത്താണെങ്കിൽ ഞാൻ ഈ ഒരു സിറായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സിറം മാത്രമേ ഞാൻ വാങ്ങിക്കത്തുള്ളൂ, ഈ സിറം ഞാൻ വാങ്ങിക്കത്തില്ല. കാരണം
എപ്പോഴും എൻ്റെ മുടി ഓയിലല്ലായിരിക്കും. സോ ഞാൻ ഓയിലി ആയിട്ടുള്ള മുടി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അതുകൊണ്ട് ഈ ഒരു സീറം ആയിരിക്കും നിങ്ങൾക്ക് ഈ ഫ്രിസി ഹെയർ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് നല്ലത്. ഓയിലി ആയിട്ടുള്ള ഹെയറിനാണെങ്കിൽ ഇതായിരിക്കും നല്ലത്. ഇനി നിങ്ങളുടെ ഹെയർ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. പൈസയുടെ കാര്യത്തിലാണെങ്കിൽ ലോങ് ലാസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സീറം ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ഇങ്ങനെ ഇതിലേത് സീറമാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുള്ളതും അതെങ്ങനെയുണ്ടെന്നുള്ളതും നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അടുത്ത് ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ DM ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഓർഡിനറി ഗേൾ അഞ്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ DM ചെയ്താൽ ഞാൻ മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ആ ഒരു റിലേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം, റിവ്യൂ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.